വികസനത്തെക്കുറിച്ച് പ്രതിപക്ഷ നേതാവിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, കഴിഞ്ഞ 10 വർഷത്തിന് മുമ്പ് ഒരു 15 വർഷം UDF ഭരിച്ചപ്പോൾ അവരുടെ ഭരണത്തിലുണ്ടായ കെടുകാര്യസ്ഥതകൾ കൊണ്ടാണ് ഈ കായംകുളം നഗരം രക്ഷപ്പെടാതെ പോയതെന്നാണ് പറഞ്ഞത്. അതിന് അദ്ദേഹം പറഞ്ഞ കാരണങ്ങൾ, ഒരു കൗൺസിലിൽ തന്നെ 5ഉം 6ഉം ചെയർമാൻമാർ വരിക, ആർക്കും വിഷയങ്ങൾ പഠിക്കാൻ കഴിഞ്ഞില്ല, ഇതൊക്കെ കൊണ്ടാണ് ഈ നാട് പുരോഗമിക്കാതിരുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. അതിനെക്കുറിച്ച് എന്താണ്? 10 വർഷം 2 ചെയർമാന്മാർ 2 ടീമിലായി ഭരിച്ചതാണ് LDFൻ്റെ നഗരഭരണം. അതിനു മുമ്പ് 2010 മുതൽ 15 വരെ 4 മുനിസിപ്പൽ ചെയർപേഴ്സൺമാർ ഭരണം നടത്തിയത് ശരിയാണ്. ആ 5 വർഷം ഈ ടൗണിൽ എന്ത് നടത്തിയെന്ന് UDFന് അഭിമാനത്തോടെ പറയാം. 1998 കായംകുളം റെയിൽവേ സ്റ്റേഷന് മുൻവശത്ത് ടെർമിനൽ ബസ് സ്റ്റാൻഡിന് വേണ്ടി 1 ഏക്കർ 14 സെൻറ്റ് സ്ഥലമെടുത്തിരുന്നു. അത് വെള്ളക്കെട്ട് സ്ഥലമായിരുന്നു. അതിലേക്ക് ബസ്സുകൾ വന്നു പോകുന്നതിനുള്ള റോഡ് ആക്സസ് ഇല്ലായിരുന്നു. പഴയ RMS റോഡിൽ നിന്ന് മാത്രമുള്ള വഴി മാത്രമേ ഉള്ളായിരുന്നു. ഇന്ത്യൻ റെയിൽവേയിൽ നിന്ന് 30 സെൻറ്റ് സ്ഥലം പാട്ടത്തിനടുത്ത് 1 കോടി രൂപ മുടക്കി റോഡ് ഫോം ചെയ്ത് 1.5-2 കോടിയോളം രൂപ ചെലവഴിച്ച് ബസ് സ്റ്റാൻഡ് യാർഡ് ഉൾപ്പെടെ സജ്ജീകരിച്ച് അന്നത്തെ UDF ഗവൺമെൻറ്റിൻ്റെ സർക്കുലേഷൻ ഉത്തരവ് വാങ്ങിയാണ് ടെർമിനൽ ബസ് സ്റ്റാൻഡ് യാഥാർത്ഥ്യമാക്കിയത്. ടെർമിനൽ ബസ് സ്റ്റാൻഡ് യാഥാർത്ഥ്യമാക്കുന്നതോടൊപ്പം തന്നെ കായംകുളം റെയിൽവേ ഫ്ലൈ ഓവർ ഭാഗത്ത് നിന്ന് വടക്കോട്ടുള്ള റെയിൽവേ സ്റ്റേഷൻ റോഡ് 13 മീറ്റർ വീതിയാക്കി ബസ്സുകൾ വന്നു പോകാനുമൊക്കെ. ഇന്ന് ടൗണിലെ ഏറ്റവും സൗകര്യപ്രദമായ റോഡെന്ന് പറയുന്നത് KP റോഡിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള റോഡാണ്. അത്രയും വീതി കൂട്ടി 13 മീറ്റർ വീതി കൂട്ടിയത് UDFൻ്റെ കാലത്താണ്. ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കിയത് UDFൻ്റെ കാലത്താണ്. ഇന്ന് കേരളത്തിലെ ഏറ്റവും ചെറിയ പട്ടണങ്ങളിൽ ഒന്നായി കായംകുളം ചുരുങ്ങിയിട്ടുണ്ട്. നമ്മൾ വടക്കോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പഞ്ചായത്തുകളുടെ ബസ് സ്റ്റാൻഡ് സ്ഥലത്ത് പോലും ഒന്ന് തുപ്പാൻ നമ്മൾ മടിക്കും. പക്ഷെ കായംകുളത്തെ സ്ഥിതി പരമദയനീയമാണ്. ഈ പട്ടണത്തിൽ വരുന്ന ഒരാളിന് ഇത് പഞ്ചായത്താണോ ഇത് ഗ്രാമമാണോ എന്ന് തിരിച്ചറിയാൻ വയ്യാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. 2010 UDF നഗരഭരണ കാലത്താണ് ഈ പട്ടണത്തിൽ ആദ്യമായി കച്ചവടക്കാരുടെ കയ്യേറ്റങ്ങൾ ഒഴിവാക്കി പട്ടണത്തിൽ ഫുട്പാത്ത് നിർമ്മിച്ചത്. ആ ഫുട്പാത്തിൽ പൂച്ചട്ടി വെച്ചു എന്നുള്ളതാണ് അവർ അവകാശപ്പെടുന്നത്. അവർ ഫുട്പാത്ത് നിർമ്മിച്ചില്ല, പൂച്ചട്ടി വെച്ചെന്നാണ്. ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് കൊടി കെട്ടാനും തോരണം കെട്ടാനും അത് ഉപയോഗിക്കുന്നുണ്ട്. അക്കൂട്ടത്തിലൊരു പൂച്ചട്ടിയും വെച്ചു എന്നുള്ളതല്ലാതെ അതൊന്ന് സംരക്ഷിക്കാൻ കഴിഞ്ഞ 10 വർഷത്തിന് മുമ്പ് UDF സ്ഥാപിച്ച ആ ഇരുമ്പ് വേലികളിൽ ഒരു പ്രാവശ്യമെങ്കിലും അതിൻ്റെ ഒരു മെയിൻ്റനൻസ് നടത്താനോ അതൊന്ന് പെയിൻറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ തുരുമ്പിച്ച ഭാഗം ഒന്ന് മാറ്റി സ്ഥാപിക്കാനോ 10 വർഷത്തെ നഗരഭരണം 1 രൂപ ചെലവഴിച്ചിട്ടില്ല. അതെങ്ങനെ നശിപ്പിക്കാമെന്ന് ശാസ്ത്രീയമായി ഗവേഷണം നടത്തുകയായിരുന്നു. കച്ചവടക്കാരുടെ ഇഷ്ടത്തിനനുസരിച്ച് രാത്രി കാലത്ത് മുറിച്ചു കൊടുക്കുക, പണം വാങ്ങുക. ഏതെങ്കിലും ഒരു കേസിൽ ഈ കായംകുളം പട്ടണത്തിലെ ഏതെങ്കിലും ഭാഗത്ത് മുറിച്ചു മാറ്റിയ ഈ കൈവരിയുടെയുമായി ബന്ധപ്പെട്ട് ഒരു പോലീസ് കേസ് കായംകുളം നഗരസഭയുടെ സെക്രട്ടറി കൊടുത്തിട്ടുണ്ടോ? കൊടുത്തിട്ടില്ല. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തെന്ന അവരൊന്നും ചെയ്തിട്ടില്ല. 2013 ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് 3,13,00,000 രൂപ അനുവദിച്ച പൈസയ്ക്കാണ് 2025 ഇപ്പോൾ മാലിന്യ സംസ്കരണ പദ്ധതി നടപ്പിലാക്കിയെന്ന് പറയുന്നത്. ആ പദ്ധതി കേരളത്തിലെ ആദ്യം സ്ഥാപിക്കുന്ന ഒരു കമ്പനിക്കാരനാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അത് പ്രവർത്തിക്കുന്നില്ലെന്നാണ് മുനിസിപ്പൽ എഞ്ചിനീയർ പറഞ്ഞത്. ഗൗരവമുള്ള വിഷയമാണ്. ഗൗരവമുള്ള വിഷയമാവുമ്പോൾ എന്ത് നടപടിയാണ് ആ നടപടിയിലേക്ക് പോവുകയാണ്. ഈ ഫയൽ വളരെ ഗൗരവമായി പരിശോധിച്ച് ഇതിൻ്റെ വയബിലിറ്റിയെ സംബന്ധിച്ച് പരിശോധിക്കാതെ തുടർ നടപടികൾ നഗരസഭ സ്വീകരിക്കും. ഒരു കേസല്ലല്ലോ, 25 കേസാണ്. എല്ലാ കേസിലും ഉണ്ടാകും. മാത്രമല്ല കോവിഡ് സമയത്ത് ഇവിടെ ധാരാളം കെട്ടിടങ്ങൾ ക്രമവൽക്കരിച്ച് കൊടുത്തിട്ടുണ്ട്. അന്ന് മുനിസിപ്പൽ ഓഫീസിലേക്ക് ആരും ചെല്ലത്തില്ലായിരുന്നു, എല്ലാവരും ഭീതിയുടെ. പക്ഷേ ഒരു 2-3 ജീവനക്കാർ കൃത്യമായി വരിക, പട്ടണത്തിലെ നിരവധി അനധികൃത കെട്ടിടങ്ങൾക്ക് നമ്പറിട്ട് കൊടുക്കുന്ന മാത്രമല്ല പല ഫയലുകളും നശിപ്പിച്ചിട്ടുണ്ട്. പഴയ മാനുവലായിട്ട് എഴുതിയ പല ഫയലുകളും നശിപ്പിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചെല്ലാം ഞങ്ങൾ ഗൗരവമായി പരിശോധിക്കും.